Watch full episodes on Jio Hotstar. ഈ രണ്ട് കെമിക്കൽസും ഇപ്പോൾ വേറെ വേറെ ജാറുകളിലാണുള്ളത്. പക്ഷെ ഈ രണ്ട് ജാറും ഒരുമിച്ച് മിക്സ് ആയാൽ അത് ആരുടെയെങ്കിലും ദേഹത്ത് വീണു പോയാൽ അവരുടെ മാജിക്കൽ പവർ വളരെയധികം ഇരട്ടിക്കും. അവർ വളരെയധികം ശക്തരായ ഒരു മജീഷ്യനായി മാറും. ലോകത്തിലെ ഏറ്റവും വലിയ മജീഷ്യനാണ് താനെന്ന് അവർ സ്വയം കരുതും. അതുകൊണ്ട് ഞാനിന്ന് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം നിങ്ങളോട് പറയാൻ പോവുകയാണ്. ഒരുപക്ഷെ ഈ രണ്ട് കെമിക്കൽസ് എനിക്ക് കിട്ടിയാല് നല്ല രസമായിരിക്കുമല്ലേ. ഈ ലോകത്തെ ഏറ്റവും വലിയ മജീഷ്യൻ ഞാനായി മാറും. എന്നിട്ട് രുദ്രനെ എല്ലാ കാര്യത്തിലും തോൽപ്പിക്കും. രുദ്രനെ ഇല്ലാതാക്കാനുള്ള നല്ലൊരു അവസരമാണ് എനിക്കിപ്പോ കിട്ടിയിരിക്കുന്നത്. പക്ഷെ നീ ആ ശക്തി എങ്ങനെയാ സ്വന്തമാക്കാൻ പോകുന്നത്? പതുക്കെ ആരും അറിയാതെ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് ആ ജാറ് എടുത്തോണ്ട് ഞാൻ അങ്ങ് ഓടിപ്പോകും. നീ എന്തീ പറയുന്നത് ജോഡി? എന്നിട്ട് എന്നെ പിടിക്കാൻ വരുന്നത് തൊട്ട് മുമ്പ് തന്നെ ആ രണ്ട് കെമിക്കൽസും മിക്സ് ചെയ്തിട്ട് രണ്ടും ചേർത്ത് എന്റെ ശരീരത്തിൽ വെക്കും. സോ ഞാൻ ഒരു വലിയ മജീഷ്യനായി മാറും. എന്നിട്ട് ആ പവേഴ്സ് വെച്ച് ഇവരെയൊക്കെ തോൽപ്പിക്കും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് സ്കൂളിന്റെ ആവശ്യം തന്നെ ഇല്ല. കാരണം സ്കൂളിൽ പഠിപ്പിക്കുന്ന എല്ലാ മാജിക് പവേഴ്സും ആ കെമിക്കൽസിലൂടെ എനിക്ക് കിട്ടും. ഒരു മിനിറ്റ് നിക്ക്, ഒന്ന് ആലോചിച്ചേ. കൊള്ളാം. I am feeling so nice and energetic. എന്റെ പവർ എങ്ങനെയാണ് ഇത്രയധികം കൂടിയത്? കുട്ടികളെ, നിങ്ങൾക്കറിയാമോ? ഹലോ എവരിവൺ, I am a magician of magicians, Magician the Great. ഗ്രേറ്റ് മിസ്റ്റർ മെക്ടീഷ്യൻ. എന്താ അങ്ങനെ പറഞ്ഞത്? ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്കാർക്കും വിശ്വാസം വരുന്നില്ല അല്ലേ? അതായത് ഞാൻ മജീഷ്യൻ ഓഫ് മജീഷ്യൻ, മഗ്നീഷ്യൻ ദ ഗ്രേറ്റ്. അല്ല, ഇദ്ദേഹത്തിന് എന്ത് പറ്റി? അദ്ദേഹത്തിന്റെ ശരീരത്തിലെ കെമിക്കൽസ് വീഴുന്നില്ലേ? അല്ല, നിങ്ങളെന്താ മിണ്ടാതിരിക്കുന്നത്? അപ്പോ ഞാൻ പറഞ്ഞത് നിങ്ങൾക്കാർക്കും വിശ്വാസമായില്ല അല്ലേ? ഞാൻ ഇപ്പോൾ തന്നെ നിങ്ങൾക്കത് തെളിയിച്ചു തരാം. I am the greatest magician of the world. സാർ, നിങ്ങൾ എന്തൊക്കെയാണ് ഈ ചെയ്യുന്നത്? എല്ലാരും എത്ര പെട്ടെന്ന് ഇവിടുന്ന് പോകൂ. പെട്ടെന്ന് എല്ലാരും ഓടി രക്ഷപ്പെടൂ. രുദ്ര, നിനക്ക് അത്രയ്ക്ക് ധിക്കാരമോ? നിനക്ക് എന്നോട് ഏറ്റുമുട്ടാൻ ധൈര്യമായോ? സോറി മിസ്റ്റർ മെക്ടീഷ്യൻ. രുദ്ര, ഞാൻ നിന്നെ വെറുതെ വിടില്ല. എന്തുണ്ടായി? എന്തിനെങ്ങനെ ഒച്ച വെക്കുന്നേ? മിസ്റ്റർ മെക്ടീഷ്യന്റെ ശരീരത്ത് ആ മാജിക്കൽ കെമിക്കൽസിന്റെ എഫക്ട് ഉണ്ടായി തുടങ്ങി. അദ്ദേഹം സ്വയം ഞാൻ പറയാം, ഞാൻ പറഞ്ഞു കൊടുക്കാം. കാനൻഗോ, I am magician of magician, Magician the Great. നിനക്ക് എന്നോടൊപ്പം സെൽഫി എടുക്കാൻ താല്പര്യമുണ്ടോ? കുട്ടികളെ, നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് എന്നോടൊപ്പം സെൽഫി എടുക്കാൻ ആഗ്രഹിക്കുന്നത്? മിസ്റ്റർ മെക്ടീഷ്യൻ, നിങ്ങൾ എന്തായി ചെയ്യുന്നത്? ഓഫീസിലേക്ക് വരൂ, നമുക്ക് സംസാരിക്കാം. നിങ്ങൾ എന്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്താൽ മതി, ഓർഡർ ഇടേണ്ട കാര്യമില്ല. ഇത് ഓർഡർ ആണ്, ഓഫീസിലേക്ക് വരൂ. മഹാനായ മഗ്നീഷ്യനോട് ഓർഡർ ചെയ്യുന്നു. ഓ മൈ ഗോഡ്, ഞാൻ അങ്ങനെ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, ഇപ്പോ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ഞാൻ എത്ര വലിയ മഹാനാണെന്നുള്ള കാര്യം തന്നെ. നിങ്ങൾ ഇത് എന്തായി കാണിക്കുന്ന മിസ്റ്റർ മെക്ടീഷ്യൻ? അത് നമ്മുടെ സ്കൂൾ പ്രിൻസിപ്പൽ ആണ്. ഓ, അത് ശരിയാണ്. ഞാൻ അക്കാര്യം അങ്ങ് മറന്നുപോയി. മാഡം കാനുങ്കോ, എന്തെങ്കിലും ഒന്ന് ചെയ്യൂ. സാർ, ഞങ്ങൾ എല്ലാരും സാറിന്റെ ഒപ്പം ഒരു സെൽഫി എടുത്തോട്ടെ? ഓ റിയലി?
ഞാൻ എന്തുമാത്രം മഹാനാണെന്നുള്ള കാര്യം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു. വരൂ കുട്ടികളെ. അല്ല, ഇതെന്താണ് ഓണാവാത്തത്? പെട്ടെന്ന് കോറിഡോർ വഴി പുറത്തേക്ക് പോവും. ചെല്ല്. അല്ല, നിങ്ങൾ ആരും എന്താണ് ചിരിക്കാത്തത്? അല്ല, ഈ കുട്ടികളൊക്കെ എങ്ങോട്ട് പോയി? അല്ല, ഇതെന്താ? അവരെന്നെ പറ്റിച്ചിട്ട് പോവുകയാണല്ലോ. ഞാൻ നിങ്ങളെ ആരെയും വെറുതെ വിടില്ല. ആ വഴി. എല്ലാവരും അവിടെ നിൽക്ക്. സാർ ഇപ്പൊ ചെയ്യുന്ന ഒന്നും ശരിയല്ല. സാറിന് ഒരു ആക്സിഡന്റ് ഉണ്ടായതാണ്. ആ കെമിക്കൽസ് കാരണം സാർ ബാധിക്കപ്പെട്ടിരിക്കുക. സാറിന് ട്രീറ്റ്മെന്റ് ആവശ്യമാണ്. സാർ ഒരു നല്ല മജീഷ്യനാണ്, അതിൽ യാതൊരു സംശയമില്ല. പക്ഷെ പ്ലീസ് ഇങ്ങനെയൊന്നും ചെയ്യരുത്. ജനങ്ങളെ കഷ്ടത്തിലാക്കരുത്. എന്ത്? ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കുന്നോ? നിങ്ങളല്ലേ എന്റെ അടുത്തുനിന്ന് ഓടിപ്പൊയ്ക്കൊണ്ടിരുന്നത്? പിന്നെ നീ ഇവരുടെ ഒന്നും ലീഡർ ആകാൻ വെറുതെ ശ്രമിക്കണ്ട. നിനക്ക് എന്നെ ഒന്നും ചെയ്യാനാവില്ല. സർ, രുദ്രന്റെ പ്രായത്തെയും രുദ്രന്റെ മാജിക് പവേഴ്സിനെ ഒരിക്കലും സംശയിക്കരുത്. അത് ശരി, അതാണല്ലേ കാര്യം. ഞാനിപ്പോ നിനക്ക് കാണിച്ചു തരാം. നിങ്ങൾ രണ്ടുപേരും കാരണം ഇതൊക്കെ സംഭവിക്കുന്നത്. ചെല്ലെന്ന് സോറി പറയാ, എന്നിട്ട് അദ്ദേഹത്തിന്റെ കൂടെ ഒരു സെൽഫി എടുക്ക്. എല്ലാം ശരിയായിക്കോളുന്നേ. ഞങ്ങൾ മനഃപൂർവ്വം അല്ലല്ലോ ചെയ്തത്. സാർ, നിങ്ങൾ ചെയ്തൊക്കെ തെറ്റാണ്. ഞങ്ങളിതൊന്നും മനഃപൂർവ്വം ചെയ്തതല്ല. ഞങ്ങൾ ഇതൊക്കെ ഞങ്ങളുടെ അമ്മാവനായ ഷാങ്കായോട് കംപ്ലൈന്റ് ചെയ്യും. ഞങ്ങളുടെ മോൻ ഷാങ്കാൻ വലിയൊരു മജീഷ്യനാണ്. രക്ഷിക്കണേ. മാഡം കണങ്കു, നമുക്ക് എല്ലാവർക്കും സ്റ്റാച്ചു റൂമിലേക്ക് ചെല്ലാൻ. വരൂ, പെട്ടെന്നാവട്ടെ. ഞങ്ങൾ വരുന്ന രുദ്ര. മാഡം കണങ്കു, ഇവിടെ ഒരുപാട് പ്രകാശമുണ്ടല്ലോ. നിൽക്കൂ രുദ്ര. I am magician of magicians, Magician the Great. അല്ല, Magician of the Great, നിങ്ങളൊക്കെ എങ്ങനെ രക്ഷപ്പെടും? നിങ്ങളെല്ലാവരും ഇപ്പൊ എന്റെ മുന്നിൽ വെറും ചെറിയ പ്രാണികൾ മാത്രമാണ്. യു ആർ നത്തിങ് ഇൻ ഫ്രണ്ട് ഓഫ് മീ. ഒരു പക്ഷെ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടാവും, ഇരുട്ടിൽ വെച്ച് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാമെന്ന്. പക്ഷെ നിങ്ങൾക്ക് ആർക്കും രക്ഷപ്പെടാനാവില്ല. ഒളിച്ചിരുന്നവരെല്ലാം കണ്ടുപിടിച്ചല്ലോ. ഇനി നിങ്ങളെല്ലാവരും എന്നിൽ നിന്ന് രക്ഷപ്പെട്ട് എങ്ങോട്ട് ഓടും? ഞാൻ എന്തുമാത്രം വലിയ മാന്ത്രികനാണ്, അതായത് മജീഷ്യനാണ്. എന്റെ അടുത്ത് ആർക്കും രക്ഷപ്പെടാനാവില്ല. എല്ലാരും അങ്ങോട്ടേക്ക് പോകൂ, പെട്ടെന്ന്.
മിസ്റ്റർ മെക്ടീഷ്യൻ, നിങ്ങളുടെ സ്വബോധം നഷ്ടപ്പെട്ടോ? എന്തൊക്കെയാ ചെയ്യുന്നേ? കുട്ടികളെ, നിങ്ങൾ എല്ലാവരും ഇവിടുന്ന് പോകൂ. മാഡം, നിങ്ങളും സെക്യൂരിറ്റിയും പുറകുവശത്തുള്ള ഡോർ വഴി രക്ഷപ്പെടും. മാഡം, നമ്മൾ അദ്ദേഹത്തെ 4 വശത്തുനിന്ന് തടഞ്ഞു വേണം പിടിക്കാൻ. അതെ, ശരിയാണ്. അല്ലാതെ അയാളോട് നേരിടുന്നത് ശരിയല്ല. എവിടെ പോയി എല്ലാരും? ഇതൊട്ടും നല്ലതല്ല. നിങ്ങൾ എല്ലാരും എന്റെ അടുത്ത് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുകയാണോ? എനിക്കിതങ്ങോട്ട് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ മഹാനാണെന്ന് വിചാരിക്കുന്നവർ ആരായാലും കടന്നു വരൂ, എന്നിട്ട് അവർ എന്റെ മുന്നിൽ വന്ന് നിൽക്ക്. അതുപോലെ ഞാൻ മഹാനല്ലെന്ന് വിചാരിക്കുന്നവർ ആരാണോ അവരെ എല്ലാം ഞാൻ എന്റെ സ്റ്റൈലിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. എവിടെയാണ് നിങ്ങൾ പതുങ്ങിയിരിക്കുന്നത്? ഇപ്പൊ ശരിക്കും കുടുങ്ങിയില്ലേ മഹാനായ മജീഷ്യൻ സാറേ? അറിയാതെ പറ്റിപ്പോയ ഒരു ആക്സിഡന്റ്, അതിന് നിങ്ങൾ ഇത്ര അഹങ്കരിക്കണമായിരുന്നോ? ഇപ്പോഴെങ്കിലും ഞങ്ങളുടെ പവർ എന്താണെന്ന് മനസ്സിലാക്കിയല്ലോ. ഇയാളെന്തിനാ നമ്മളെ പിടിച്ചു വലിക്കുന്നത്? എന്റെ അടുത്ത് ഓടിപ്പോൻ സാധ്യമല്ല. നിങ്ങൾ എവിടെയായാലും ഞാൻ അവിടെ വന്ന് നിങ്ങളെ തേടി കണ്ടുപിടിച്ചിരിക്കും. കുട്ടികളെ, വേഗം ഭക്ഷണം കഴിക്കേ. നമുക്കൊരിടത്ത് പതുങ്ങിയിരിക്കാം. അവിടെ അയാൾക്ക് എത്താനാകില്ല. എന്നിട്ട് നമുക്ക് ആലോചിക്കാം അയാളെ എങ്ങനെ പിടിയിലാക്കണമെന്ന്. എവിടെ പോയി ഒളിച്ചിരിക്കുകയാണ്? എവിടെ പോയി ഒളിച്ചിരിക്കുകയാണ്? എവിടെ പോയി ഒളിച്ചിരിക്കുകയാണ്? ഓ, ഇവിടെയാണോ നിങ്ങൾ? വാവ് വാവ്, എന്നെ കൂട്ടാതെ നിങ്ങൾ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുകയാണല്ലേ? ഇതൊട്ടും നല്ലതല്ല. ഇതെനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഒറ്റയ്ക്ക് വന്നിരുന്ന ആഹാരം കഴിക്കുകയാണല്ലേ? ഇത് മജീഷ്യൻ ദ ഗ്രേറ്റിന് അപമാനമാണ്. ഇപ്പോ എല്ലാ കുട്ടികളും എന്നോടൊപ്പം ചേർന്ന് പറയൂ, മജീഷ്യൻസ് ഓഫ് മജീഷ്യൻ, മജീഷ്യൻ ദ ഗ്രേറ്റ്. വെരി ഗുഡ്. ഇനി നമുക്ക് ആഹാരം കഴിക്കാം. താങ്ക് യു സാർ.
നമുക്ക് കഴിക്കാൻ ഒന്നും കിട്ടിയില്ലല്ലോ. ഇദ്ദേഹം എങ്ങനെ ടീച്ചർ ആയത്? ഇത് സംഗതി കൊലുമാലായിന്നാ തോന്നുന്നത്. നിങ്ങൾ വലിയ ആളാണെന്നാണോ നിങ്ങളുടെ വിചാരം? എങ്കിൽ വാ, നമുക്കൊന്ന് ഏറ്റുമുട്ടാം. അതിനുശേഷം നമുക്ക് പറയാം നിങ്ങൾ ഗ്രേറ്റ് ആണോ അല്ലയോ എന്ന്. രുദ്ര, നീ എവിടെയാണ്? ഒളിച്ചിരിക്കുകയാണോ? ഞാൻ നിന്റെ ചലഞ്ച് ഏറ്റെടുത്തിരിക്കുന്നു. ഞാനിപ്പോൾ ഇവിടെയുണ്ട്. മക്ടീഷ്യൻ ദ ഗ്രേറ്റിനടുത്ത് നിന്ന് നിനക്ക് രക്ഷപ്പെടാനാവില്ല. അല്ല, ഈ കുതിര കരയുന്ന ശബ്ദം ഇപ്പോ എവിടുന്നാണ് വരുന്നത്? എന്നെ വിടാനാ പറഞ്ഞത്. വിടാം, പക്ഷെ അതിനു മുമ്പ് നിങ്ങളുടെ ശരീരത്തിലുള്ള എക്സ്ട്രാ പവറൊക്കെ എനിക്ക് എടുക്കണം. ഇബാസ്ക ജിബാസ്ക ബൂം ചിക് ചിക് ബൂം. എന്നെ വെറുതെ വിട്. ഇത് വേണ്ട. ഞാൻ എങ്ങനെയാണ് ഇവിടെ വന്നത്? ഈ മരങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ ബന്ധിച്ചിരിക്കുന്നത്? ഇവിടെ എന്താണ് നടക്കുന്നത്? പ്ലീസ് അദ്ദേഹത്തെ വിട്ടേക്കൂ. അദ്ദേഹം പഴയതുപോലെ തന്നെ ആയി. താങ്ക് യു യൂണിക്കോൺ. രുദ്ര, നീ ഇത് എങ്ങനെ ചെയ്തു? നിങ്ങൾ എല്ലാവരും ഡൈനിങ് ഹാളിൽ ഉണ്ടായ സമയത്ത് ഞാൻ ലൈബ്രറിയിൽ ചെന്ന് ബുക്കിൽ വായിച്ചു. അതായത് ഇങ്ങനത്തെ സ്പെഷ്യൽ പവേഴ്സ് കിട്ടിയ ആളുകൾക്ക് ആ പവർ ആനിമൽസിനോ ട്രീസിനടുത്തോ പ്രയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അത് മാത്രമല്ല, ഇവിടുത്തെ ട്രീസിനൊക്കെ ലൈഫ് ക്യാരക്ടർ ഉള്ള കാര്യം എനിക്കറിയാം. അതുകൊണ്ട് സാറിനെ പിടിക്കാൻ സഹായിക്കും, പിന്നെ പഴയതുപോലെ ആകാനും സഹായിക്കും. അങ്ങനെയാണ് ഞാൻ സാറിന്റെ അകത്തുള്ള പവേഴ്സ് എടുത്തത്. പക്ഷെ എനിക്ക് എന്താ സംഭവിച്ചത്? അതെങ്കിലും ഒന്ന് പറയൂ. ആ ക്ലാസ്സിൽ വെച്ച് ആ കെമിക്കല് താഴെ വീണെന്ന് മാത്രമേ എനിക്ക് ഓർമ്മയുണ്ട്. ജോഡി, ഞാൻ നിന്നെ വെറുതെ വിടുമെന്ന് കരുതണ്ട. നീ കാരണം എന്റെ എല്ലാ കെമിക്കൽസും വേസ്റ്റ് ആയി പോയി. എന്തിനാ എല്ലാ ആൾക്കാരും ഇങ്ങനെ ചിരിക്കുന്നത്? Watch India's largest kids library only on Jio Hotstar. Download the app now.